ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വീഡിയോ ആണ് ഇത്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആയിഷ സാർട്ടുപോയിട്ട് എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പണ്ടൊരു ചെറിയ ചാനൽ ഉമ്മ എടുത്ത ചാനലാണ്. എൻ്റെ ഉമ്മ 2 വീഡിയോസും ഉണ്ട്, പിന്നെ ഒരു 9 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പിന്നെ ഇതാണ് ആക്ച്വലി കുറച്ച് ക്വാളിറ്റി ഉള്ള അങ്ങനത്തെ ഒരു വീഡിയോ, നല്ലൊരു വീഡിയോ. പിന്നെ ഐ എം സ്റ്റഡിങ് ഇൻ 4th സ്റ്റാൻഡേർഡ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ 4th സ്റ്റാൻഡേർഡ് അല്ല, ഇനി 5th അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വെക്കേഷൻ ആയതുകൊണ്ട് തിരുതരാന്ന് വീഡിയോസ് ആയിരിക്കും. ഇന്ന് വേറെ വീഡിയോ ഉണ്ടെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഇടാൻ ശ്രമിക്കണമായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ക്രാബ് മേക്ക് ഓവേഴ്സ് ഉണ്ടാവും, ടൂർ ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, അങ്ങനെ ഹോം ടൂറൊക്കെ പ്രതീക്ഷിക്കാം. എനിക്കറിയില്ല. ഗിവ് അവേയ്സൊക്കെ കുറച്ചാവട്ടെ. ഗിവ് അവേയ്സ് ഇന്നിപ്പോൾ കുറച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേ എന്തായാലും ഉണ്ടാവും. ഒരു 100K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. പിന്നെ ഗിവ് അവേ എനിക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കണം, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക് ടൂറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോ എൻ്റെ ഡെസ്ക് ടൂർ ആക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ ഡെസ്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസിലൊന്നും അങ്ങനെ കാണിച്ചു തരുമെന്നൊന്നും ചോദിക്കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡെസ്ക് കാണിച്ചത് അങ്ങനെ തുടങ്ങാനാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ പേര് ഐഷ എന്നാണ്. ഐ എം സ്റ്റഡിങ് ഇൻ 4th സ്റ്റാൻഡേർഡ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഞാനത് പറ്റുന്നതൊക്കെ ഞാൻ എന്തായാലും ചെയ്യണമായിരിക്കും. ഡെസ്ക് ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കും. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ചുമയാണ്. ഇതാണ് നമ്മുടെ ഡെസ്ക് എന്ന് പറയുന്നത്. വലിയ രസമുള്ള ഡെസ്കൊന്നുമല്ല, എന്നാലും ഇത് ആക്ച്വലി ഡെസ്ക് അല്ല. ഞങ്ങൾ കുടിക്കലുണ്ടായപ്പോൾ മൂത്തമാരുടെ കുട്ടി ഒരു ഡ്രസ്സിങ് ടേബിൾ തന്നതാണ്. അത് ആദ്യം കുറേ പണ്ടത്തെ ആയിരുന്നല്ലോ, അപ്പോൾ ആദ്യം കുറേ പൊട്ടിയതാക്കി. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ടേബിളിന് ഈ പലകൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിൾ. എനിക്കെങ്ങനെ വീഡിയോസൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യല്ലേ പ്ലീസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. മേലെന്ന് താഴത്തേക്ക് അങ്ങനെ തുടങ്ങാമല്ലേ. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ്, ഹലോ കിട്ടി, ബട്ടർഫ്ലൈ ഒക്കെ. അങ്ങനെ ബട്ടർഫ്ലൈ ആണോ തുമ്പിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് തുമ്പി. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പോളറൈഡ്സ് അങ്ങനെ കുറച്ച് എന്തൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ നമ്മളെ കലണ്ടർ ഉണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു പോളറൈഡൊക്കെ ചെയ്തതാണ്. പിന്നെ ഇവിടെ വാൾ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 5th ആകുമ്പോൾ ഒരു സ്കൂളൊക്കെ തുടങ്ങാനാവുമ്പോൾ ഒരു ഇതെന്തായാലും പ്ലാനായി ഒരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, അറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് വാൾ പോസ്റ്റേഴ്സ്, കലണ്ടർ, പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇത് കണ്ണാടി ആണ് ഫ്രണ്ട്സ്. അപ്പം ഈ ഐഫോൺ ഒന്നല്ല, അതുകൊണ്ട് വലിയ ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ഇടണോ ഇടണ്ടേന്ന് നമുക്കറിയില്ല, ഞാൻ ഇട്ടിട്ടില്ല. എനിവേ, പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ അടുത്ത് മീൻസ് കുറേ സ്റ്റേഷനറീസസ് ഒന്നുമില്ല, കുറേ കുഞ്ഞ് ക്യൂട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് കണ്ണാടിയാണ്, പോക്കറ്റ് മിററിനും പറയും. പിന്നെ ഇത് ഇവിടെ ഒരു കുഞ്ഞ് മറ്റേ കളർ കേക്ക്സിൻ്റെ 1500 വാട്ടർ കളറുണ്ട്. പിന്നെ ഇവിടെ ഒരു ബുക്ക് ഉണ്ട്. പിന്നെ ഇതെന്തോ ഒരു ഗെയിമിന് മറ്റേ ആ ഗെയിമില്ല, അതിൻ്റെ ഇത് പൊട്ടിയപ്പോൾ ഞാൻ എടുത്താണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ
ഉണ്ടാക്കിയാണ്. മീൻസ് പേപ്പർ സോപ്പിന് കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ചിട്ട് അങ്ങനെ വെച്ചാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ലിപ് ബാമും അതൊക്കെ ഇട്ട്. ഇത് ആക്ച്വലി എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവിടെ കുഞ്ഞൊരു സ്ക്രഞ്ചീസ് ഉണ്ട്. ചൂടെടുത്തിട്ട് വയ്യ, പക്ഷെ ഫാൻ ഇട്ടാലൊന്നും കേൾക്കൂല. അതായിരിക്കും. പിന്നെ മൈക്കൊന്നും ഇല്ലല്ലോ നമ്മളെടുത്ത്, അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. എനിവേസ് പിന്നെ ഇതൊരു പേപ്പർ സോപ്പാണ് കേട്ടോ. പേപ്പർ സോപ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഫ്രിഡ്ജിന് കൊടുത്തു. ഇപ്പം എൻ്റെ അടുത്ത് ആകെ ഇത്ര പേപ്പർ സോപ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കീ ചെയിന്, പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടോ കുറേ, ഇതൊരു മിററാട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുഞ്ഞ് മറ്റേ നമ്മളെ ടെലിഫോണിൽ അതേപറ്റി എന്തോ ഒരു സണ്ടക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല ഫ്രണ്ട്സ്. എന്തായാലും എനിവേസ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടെ പേപ്പർ സോപ്പിൻ്റെ ബോട്ടിലുണ്ട്. ഇത് നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ഗ്ലാസ് പോലെ, ഗ്ലാസ് അല്ല എന്നാൽ ഗ്ലാസ് പോലെ ഒരു സാധനമാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിൾ, ആർട്ടിഫിഷ്യൽ ആപ്പിളാണ്. ഇത് എനിക്കെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഒരു ഇങ്ങനെ കുളിക്കേണ്ട ശേഷം ഇങ്ങനെ ഇതൊക്കെ സാധനമല്ലേ, ഇതാണത്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇടുമ്പോൾ അങ്ങനെ എഡിറ്റ്സ് ഒന്നും ചെയ്യൂല കേട്ടോ. പാട്ടും അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എന്തായാലും ചെയ്യണമായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഒരു കുഞ്ഞ് ഐറ്റം ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര കുറേ കേട്ടോ, എന്താ അറിയില്ല, കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ട്. ഇനി കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ജേണി ട്രിപ്പൊക്കെ പോകുമ്പോഴുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് എനിക്കങ്ങനെയൊക്കെ എടുക്കണം നല്ല ആഗ്രഹമുണ്ട് ഫ്രണ്ട്സ്. എന്തായാലും പറ്റും നോക്കാം. പിന്നെ ഒരു ഇത് ഞാൻ ഒരു പെർഫ്യൂമിൻ്റെ അടുപ്പാണ്. ഇപ്പം പേപ്പറൊന്നും പാറിപ്പോകാതിരിക്കാൻ വെക്കണ ഐറ്റം ആക്കി എടുത്തു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിൻഡർ ജോയ് കിട്ടിയാണ്. ഒരു മറ്റേ മോതിരല്ലേ, ആ സാധനം കണ്ടോ അങ്ങനെ ഇതിനകത്ത് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആ സാധനത്തെ പോലെ ഇങ്ങനെ, ഇത് ആ സാധനമല്ല, ഒരു മോതിരം ഫ്രണ്ട്സ് പൊട്ടി. ഓക്കെ, നമ്മൾ പൊട്ടിയൊക്കെ നേരാക്കി. പിന്നെ ഒരു ക്രാബുണ്ട്. ഈ ക്രാബിനെയാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വൈറ്റ് ക്രാബിനെ നമ്മൾ പെയിൻ്റ് കൊണ്ടൊക്കെ മേക്ക് ഓവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് അറിയില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസസ് ഒക്കെ ഉണ്ട്. അതേപോലെ കണ്ടോ കീയൊക്കെ കണ്ടോ അവിടെ ഒരു കീ. കുറേ അല്ലറ ചില്ലറ ഐറ്റംസസ് ആണ്. വേസ്റ്റ് അല്ല, മീൻസ് അങ്ങനെ ഉപയോഗപ്പെടാത്ത ഐറ്റംസസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കയറി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. ഇതൊക്കെ കുറച്ചൊന്ന് നീക്കി കൊടുക്കുക. ഇതെങ്ങനെ അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പെൻ ഹോൾഡർ ഉണ്ട്. മൈ പെൻ ഹോൾഡർ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെൻ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ കുറേ ക്യൂട്ട് മെർമെയ്ഡ് പെന്നും കുറേ നല്ല കേട്ടോ. ഇങ്ങനത്തെ പെന്നും ഹൈലൈറ്റേഴ്സും സ്കെച്ചസൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് പെന്നും പെൻസിലിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇത് സ്കെച്ചസിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്. പിന്നെ ഞാൻ ഇവിടെ ഒന്നും കാണിച്ചെന്നില്ലല്ലേ. നമുക്ക് ഇനി ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ ചുമരൊന്നും ആരും ഡോണ്ട് മൈൻഡ് ഇറ്റ്, അതൊക്കെ കുറേ ഇതാണ്. പിന്നെ കുറച്ച് ബലൂൺസ് ഉണ്ട് ഇതിനകത്ത്, ഇനിയും ബലൂൺസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ജേണൽ ഡയറീസ് ആണ്. അതല്ലാതെ കാണിച്ചാലുള്ള ടൈംസ് ഒന്നുമില്ല. കണ്ടോ കുറേ ജേണലും കുറേ എഴുത്തും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ ഇതെൻ്റെ പപ്പ കേട്ടോ. പുറത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ട്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതെത്ര ക്ലിയർ ആണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു ബഷീർ പാത്തുമ്മയുടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ബുക്ക്. പിന്നെ ഇവിടെ ഒരു ക്യൂട്ടായി, ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ അതൊരു കളറിങ് ബുക്ക് ഞാൻ ഉണ്ടാക്കിയാണ്. പിന്നെ അതെന്തൊരു മാഗസീൻ. പിന്നെ അതൊരു കുഞ്ഞ്
ക്യൂട്ട് കവർ. എനിക്കിങ്ങനെ ഇത് ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് എടുത്തതന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതിനകത്ത് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ അല്ലറ ചില്ലറന്നെ ഉള്ളൂ കേട്ടോ. ജേർണൽ സർപ്രൈസസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ ചോദിക്കണ മാക്സിമം ഞാൻ ഉണ്ടാക്കും. പിന്നെ അതേപോലെ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെലഡിയുടെ ഒരു പേഴ്സ് ബാഗ്, അങ്ങനെ എന്താണെങ്കിൽ പറയാം. കുറച്ച് വലിയ സൈസാട്ടോ, വീഡിയോയിൽ കാണുന്ന കാര്യമല്ല, കുറച്ച് വലിയ സൈസാണ്. പിന്നെ ഇത് ഞാൻ കാണിച്ചതില്ല, ഇത് നമ്മുടെ ജേർണലിൻ്റെ ഐറ്റം. പിന്നെ ഇതൊക്കെ നമുക്ക് മാറ്റിക്കും. ഈ ഓർഗനൈസറിൻ്റെ അടുത്ത് എന്ത് നോക്കാം. ഓർഗനൈസറിന് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കുറേ അല്ലറ ചില്ലറ ഐറ്റംസസാണ്. ഞാൻ പറഞ്ഞില്ല, അധികം അല്ലറ ചില്ലറ ഐറ്റംസാണ്. കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല ക്യൂട്ടാണ്. പിന്നെ ഇവിടെയുണ്ട് പിന്നെ കുറച്ച് ഗ്ലൂവും കാര്യങ്ങളൊക്കെ. ഗ്ലൂ ആണല്ലോ നമ്മൾ മെയിൻ ഐറ്റം താരം. ഈ സ്ക്രഞ്ചീസൊക്കെ ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു സ്ക്രഞ്ചീസ് ഉണ്ട്, ഹിഡൻ സ്ക്രഞ്ചീസാണ്. പിന്നെ ഇവിടെ ഒരു എന്താ ഇതിന് പറയുക, ഒരു ഐറ്റം ക്യൂട്ടോ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രോയർ നമുക്ക് കാണാം. ആ ഡ്രോയർ വലിച്ച് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വലിട്ട് ഓക്കെ, ഈ ഡ്രോയറിനകത്ത് ഞാൻ പറഞ്ഞില്ല കുറേ വേസ്റ്റ്സാണ് ഉള്ളത്. ഇതേപോലെ പൗച്ചും ഞാൻ ഈ ക്രോഷ്യൻ അങ്ങനെന്തോ പറയില്ല ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഫ്ലെക്സിബിൾ സ്കെയിൽ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ആ ഡ്രോയറിനകത്ത് പക്ഷെ വേസ്റ്റൊന്നുമല്ല, ബോക്സസും പൗച്ചസും ആണ് ഇതിനകത്ത്. ഇതാണെങ്കിൽ വലിച്ച് പറിക്കാനേ. ഇതെൻ്റെ താത്താൻ്റെ കുറേ മറ്റേ എന്തൊക്കെയോ പേപ്പേഴ്സ് ആട്ടോ, നമുക്ക് നമ്മളെ താത്താക്ക് കൊടുത്തിട്ട് വരാം. അപ്പം നമ്മളിത് നമ്മളെ താത്താക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയറുണ്ടോ, ഇതാ നല്ല കുറുകുറാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് പഞ്ഞീസ് ഉണ്ട്. പിന്നെ കുറച്ച് കളർ പെൻ, ഇതിപ്പോൾ താഴ്ത്തു കളർ പെൻസിൽസാണ് കേട്ടോ. ഇത് കുറച്ച് കളർ പെൻസിൽസാണ് കണ്ടോ. അതാണെങ്കിൽ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അറിയാതെ. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടേ, ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ അവസാനം ഇതൊരു ലൂലിയാണ്. ഓക്കെ, പിന്നെ ഇത് ഒരു ബോക്സ് പ്ലസ് പൗച്ച് ആ സാധനമാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇതിനകത്തൊരു വിൻറ്റേജ് പേപ്പറും ഒരു ഡക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഇത് പിന്നെ ക്ലോസ് ചെയ്യാം. വീഡിയോക്ക് ഭയങ്കര ഷേക്കിങ് ഉണ്ടാവും കേട്ടോ, കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, നല്ല ഷേക്കിങ്സ് ഒക്കെ ഉണ്ടാവും. ഒരു ബുക്ക് ഉണ്ട്, എൻ്റെ SSൻ്റെ ബുക്കാണ്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ആരും നോക്കട്ടെ.
പിന്നെ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് കേട്ടോ, ഉണ്ടോ? വേസ്റ്റ് ഉണ്ടോ? ആ ആ ഫ്രണ്ട്സ്, ഇതിനകത്ത് ഇങ്കുണ്ട്. നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു പൗച്ചും പിന്നെ ഒരു ബോക്സും ഉണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബോക്സ് കളക്ഷൻസൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസസ് ഉണ്ട്. ഷെയ്ക്കിങ് കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്തൊരു ബട്ടർഫ്ലൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ടർഫ്ലൈ അല്ല, സോറി, ബോക്സ്. ഇതിനകത്ത് ഇതേപോലെ 3 അക്രിലിക് കളേഴ്സ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. പിന്നെ ഒരു ഗ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റാപ്ലർ ഉണ്ട്. പിന്നെ ഇതൊരു സാധനമാണ് കേട്ടോ. പിന്നെയെന്ന് പറയണത് നമുക്കിതൊക്കെ താഴെ വെക്കാം. പിന്നെ ഒരു ബോക്സ് ഉണ്ട്, നമ്മളെ BTSൻ്റെ ബോക്സാണ് കേട്ടോ, കണ്ടോ? ഓക്കെ, പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അല്ല, സ്റ്റിക്കേഴ്സ്. എന്തൊക്കെയുണ്ട് ഇതൊക്കെ അറിയില്ല. പിന്നെ ഒരു ബോക്സിനകത്ത് കുറേ ഐറ്റംസസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സും സ്കെയിലും അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസാണ്. അയ്യോ, പിന്നെ ഇവിടെ ഒരു ടേപ്പ് ഉണ്ട്, സെലോ ടേപ്പ്. അതുപോലെ തന്നെ ഇത് മണി പേഴ്സാണ്. ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരാനുള്ളൊരു ഇതിൻ്റെ പൈസ കേട്ടോ. ഇത് ഞാനൊരു എന്തോന്നും ഉണ്ടാക്കിയിട്ടും എനിക്കറിയാം, എനിക്കെന്നെ അറിയില്ല എന്താ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അങ്ങനത്തെ എന്തോ സാധനമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് കേട്ടോ, ഞാൻ തന്നെ എപ്പോഴാണ് കാണുന്നത്. എന്തൊരു ടിഷ്യൂ പേപ്പർ ഉണ്ട്, ഇതേപോലത്തെ എന്തൊക്കെയുണ്ട് ടോയ്സൊക്കെ. സോറി. പിന്നെ എൻ്റെ സ്കൂളത്തെ ഡയറി ഉണ്ട്. ഇത് കുഞ്ഞ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി അതിൻ്റെ കവറാട്ടോ, കുഞ്ഞതാട്ടോ, ഭയങ്കര കുഞ്ഞതാട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അയ്യാ ഫ്രണ്ട്സ്, സൗദി അറേബ്യത്തെ പൈസ മറ്റേ 10 ഹലാലാസ് ഫ്രണ്ട്സ്, 10 ഹലാലാസ് ആണ്. പിന്നെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഇതെന്താ വെച്ചാൽ എൻ്റെ എക്സാമിൻ്റെ പ്ലാനറായിരുന്നു. ഇതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. ഫ്രണ്ട്സ്, ഇവിടെ ലംഘലായി. പിന്നെ സ്റ്റിക്കർ ബുക്ക്, അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ജേണൽ സപ്ലൈസസ് ഉണ്ട്, കുറച്ച് പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇട്ടത്. ഞാൻ ഇത് ഒന്ന് വൃത്തിയാക്കട്ടെ. അങ്ങനെ കുറച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലറ ചില്ലറ കുറേ അല്ലറ ചില്ലറ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തെ ബട്ടർഫ്ലൈൻ്റെ ഇതൊക്കെ. പിന്നെ
അവിടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഇതും ഒരു കുപ്പിയൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് വാഷി ടേപ്പും ഒരു ഹൈലൈറ്ററും പിന്നെ ഒരു പിങ്ക് സ്കെച്ചും ആണുള്ളത്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുന്നിട്ട് നമ്മൾ വീഡിയോസ് കൊള്ളാം ഇതായി. പിന്നെ ഇവിടെ ഒന്നുമില്ല, ജോമെട്രി ബോക്സും പെയിൻറ്റും മാത്രമേ. ഇനി നമുക്ക് ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇനി കാണിച്ചു തരാം. ഈ ചെയർമേ ചാരി വെച്ചിട്ടുള്ളൊരു പില്ലോ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ബൈ.